ഹലോ ഫ്രണ്ട്സ്, ഞാൻ ഇന്ന് ഇവിടെ ചെയ്യാൻ പോകുന്ന വർക്ക് 32140 എന്ന് പറയുന്ന ഈ ബാറ്ററി ഉപയോഗിച്ചുകൊണ്ട് ഒരു ചെറിയ മിനി ഇൻവെർട്ടർ ഉണ്ടാക്കാനാണ് ഉദ്ദേശിക്കുന്നത്. അത് നമുക്ക് മാർക്കറ്റിൽ ഒരുപാട് സിസ്റ്റങ്ങൾ അവൈലബിൾ ആണ്. അപ്പോൾ അതിൻ്റെയൊക്കെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് നമ്മൾ ഉദ്ദേശിക്കുന്ന ബാക്കപ്പ് അതിന് ഉണ്ടാവില്ല. അതുകൊണ്ടാണ് ഞാൻ ഈ ബാറ്ററി വെച്ചിട്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ഈ ബാറ്ററി കൂടാതെ നമുക്ക് ലെഡ് ആസിഡ് ബാറ്ററികൾ വരുന്നുണ്ട്. അതിൻ്റെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ അത് വെയിറ്റ് കൂടുതലാണ്, ബൾക്കിയാണ്. ഇപ്പോൾ ഞാനിത് ചെയ്യുന്നത് ഒരു തട്ടുകടയ്ക്ക് വേണ്ടിയിട്ടാണ്. അപ്പോൾ അവർക്ക് ലൈറ്റ് വെയിറ്റ് ആയിരിക്കണം, ചാർജിങ് ഫാസ്റ്റായിട്ട് ചാർജ് ചെയ്യണം, കൊണ്ടടക്കാൻ പറ്റണം, അതേപോലെ തന്നെ കൂടുതൽ നേരം കത്തണം. ഇതിപ്പോൾ ഏതാണ്ട് ഒരു 3 ലൈറ്റ് 8 മണിക്കൂറോളം കണ്ടിന്യൂസ് ആയിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. അതും 16 വാട്ട്സിൻ്റെ ബൾബുകളാണ് വർക്ക് ചെയ്യുന്നത്. നല്ല ബ്രൈറ്റ്, നമ്മൾ കറണ്ടിൽ വർക്ക് ചെയ്യുന്ന അതേ LED തന്നെയാണ് അതിന് ഉപയോഗിക്കുന്നത്. LED ട്യൂബുകൾ ഉപയോഗിക്കാം. അപ്പോഴും നമുക്ക് ഈ 8 മണിക്കൂറോളം ബാക്കപ്പ് തന്നെ കിട്ടുന്നുണ്ട്. പിന്നെ ഇതിൽ സ്ലോ ചാർജിങ്ങും ചെയ്യാം, ഫാസ്റ്റ് ചാർജിങ് ചെയ്യാം. ലെഡ് ആസിഡ് ബാറ്ററിയുടെ അപേക്ഷിച്ച് ഇതിന് ഫാസ്റ്റായിട്ട് ചാർജ് ചെയ്യാനുള്ളൊരു കഴിവുണ്ട്. നമ്മൾ കൂടുതൽ ആംബിയറിൽ കൊടുത്തു കഴിഞ്ഞാലൊന്നും ഇതിന് കംപ്ലൈൻറ്റ് വരില്ല. പിന്നെ ലെഡ് ആസിഡ് ബാറ്ററിയിൽ നമുക്ക് കൂടുതൽ ഇപ്പോൾ ഒരു 7H എടുക്കുകയാണെങ്കിൽ ഒരു 2 ആംബിയർ കൂടുതലാണ്. 2 ആംബിയർ കൂടുതൽ കൊടുത്തു കഴിഞ്ഞാൽ ചാർജ് ആവും, പക്ഷേ അത് വേഗം കംപ്ലൈൻ്റ് ആയി പോകും. നമുക്ക് അധികം ലൈഫ് കിട്ടില്ല ആ ബാറ്ററിക്ക്. പിന്നെ അത് എങ്ങനെ ശ്രദ്ധിച്ചാലും ഒരു 1.5 വർഷം കഴിയുമ്പോൾ അത് കംപ്ലൈൻ്റ് ആയി പോകും. അതാണ് അതിൻ്റെ ഒരു പ്രശ്നം വരുന്നത്. പിന്നെ ഈ ബാറ്ററി കൂടാതെ നമുക്ക് മുമ്പ് 3.7 ബാറ്ററികൾ യൂസ് ചെയ്തിട്ടുണ്ട്. അതേപോലെ തന്നെ ഈ ബാറ്ററി ഇതും നല്ല ബാറ്ററിയാണ്. ഇതും 6H ആണ് വരുന്നത്. നല്ല ബാറ്ററിയാണ്. ഇത് നല്ല ബാക്കപ്പ് കിട്ടുന്നതാണ്. ഇത് കൂടാതെ നമുക്ക് പോളിമർ ബാറ്ററികൾ വരുന്നുണ്ട്. ഇത് നല്ല ബാക്കപ്പാണ്, നല്ലോണം സമയം വർക്ക് ചെയ്ത്. പക്ഷേ ഇതുകൊണ്ട് ഇതിൻ്റെ വലുതും ഇത് പല സൈസിൽ കിട്ടുന്നതാണ്. പക്ഷേ ഇതിൻ്റെ പ്രശ്നം എന്ന് വെച്ചാൽ ഇത് വീർത്ത് പോകും. കുറച്ച് നാൾ കഴിയുമ്പോൾ അത് വീർത്ത് പോകും. കറക്റ്റ് ചാർജിങ് ആയിരിക്കണം. കറക്റ്റ് ചാർജിങ് കൊടുത്താലും ഇത് കംപ്ലൈൻ്റ് ആവും കുറച്ച് നാൾ കഴിയുമ്പോൾ. ഇതിൻ്റെ പ്രശ്നം അതാണ്. പിന്നെ നമുക്ക് പ്രിസ്മാറ്റിക് സെല്ലുകൾ വരുന്നുണ്ട്. പ്രിസ്മാറ്റിക് ആകുമ്പോൾ നല്ല ചാർജിങ് ഡെൻസിറ്റിയാണ്, ഒരുപാട് നാൾ വർക്ക് ചെയ്യും. കറക്റ്റ് ചാർജിങ് കൊടുത്താൽ ഒരുപാട്. പക്ഷേ നമുക്കത് വില കൂടുതലാണ്. പിന്നെ ഇതിൻ്റെ ആവശ്യമില്ല, അത്രയും കോസ്റ്റ്ലി ആക്കേണ്ട കാര്യമില്ല. നമുക്ക് ജസ്റ്റ് ഇപ്പോൾ ഈ ബാറ്ററി വെച്ചിട്ടാണെങ്കിൽ നല്ല രീതിയിൽ തന്നെ അത് ഓടുന്നുണ്ട്. നമ്മളിത് ടെസ്റ്റ് ചെയ്ത് ഓക്കെയാണ്. സംഭവം നല്ല പക്ക റിസൾട്ടാണ് കിട്ടുന്നത്. വേറെ കംപ്ലൈൻറ്റും കാര്യങ്ങളൊന്നുമില്ല. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട്